എറണാകുളം കൂത്താട്ടുകുളം പാലക്കുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റിനെ മാറ്റുന്നതിനെ ചൊല്ലി CPM CPI തർക്കം. CPI കേരള കോൺഗ്രസ് എം കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. 13-അംഗ ഭരണസമിതിയിൽ 7 പേർ നോട്ടീസിൽ ഒപ്പിട്ടു. മുഹമ്മദ് റഫീഖ് നൽകും വിവരങ്ങൾ. റഫീഖ്, എന്താണ് തർക്കത്തിന്റെ കാരണം? വിനീഷ, കൂത്താട്ടുകുളത്ത് CPM-ഉം CPI-യും തമ്മിൽ ഏതാണ്ട് 2 മാസത്തോളമായി വലിയ രീതിയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഷാജു ജേക്കബും 50ഓളം പേരും CPM വിട്ട് CPI-യിൽ ചേർന്നിരുന്നു. ഈ ഷാജു ജേക്കബ് പാലക്കുഴ സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. ഈ ഷാജു ജേക്കബ് ഇരുന്നിരുന്ന കസേരയും മറ്റും പൊളിച്ചു മാറ്റാൻ ഇതിനിടയിൽ CPM ഭരണസമിതി തീരുമാനിച്ചു. ഇതോടെയാണ് CPI-യും അതോടൊപ്പം തന്നെ LDF-നൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസും കോൺഗ്രസിലെ 3 അംഗങ്ങൾ കൂടി ചേർന്നിട്ട് നിലവിലെ പ്രസിഡന്റ് NK ജോസിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് 2 ആഴ്ചക്കുള്ളിലാണ് പരിഗണിക്കുക. കൂത്താട്ടുകുളം ഭാഗത്ത് CPM-ഉം CPI-യും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം കൂടുതൽ രൂക്ഷമാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിനീഷ, മുഹമ്മദ് റഫീഖാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോല ബാറിന് മുൻപിലെ കൊലപാതകത്തിൽ സഹോദരങ്ങളായ 2 പ്രതികൾക്കും ജാമ്യം. അച്ചു S. ബാബു, അനന്തു SS എന്നിവർക്കാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. സുമൻ എന്നയാളെ മർദ്ദിച്ചു കൊന്നെന്നാണ് കേസ്. രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകുക. രജീഷ്, പറയൂ. ഏപ്രിൽ 15-നാണ് സുമൻ എന്ന ആളെ മർദ്ദിച്ച് കൊന്ന കേസിൽ ഇരുവരും കൊന്നത്. ഇതിനെ തുടർന്നാണ് സഹോദരങ്ങളായ അച്ചു S. ബാബു ഒപ്പം തന്നെ അനന്തു SS എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ഇവർ ജയിലിലായിരുന്നു. ജില്ലാ സെഷൻ കോടതിയാണ് ഇവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. മുക്കോല ബാറിന് സമീപമായിരുന്നു ഈ കൊലപാതകം നടന്നത്. ബാറിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഉണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇവരും ചേർന്നിട്ട് സുമനെ കൊലപ്പെടുത്തിയത്. ഇന്നലെ കോടതി ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കായിരുന്നു. തെളിവ് ശേഖരണം അടക്കം എല്ലാം പൂർത്തിയായെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഇനി കസ്റ്റഡി ആവശ്യമില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 3 മാസത്തേക്ക് എല്ലാ ബുധനാഴ്ചയും പോലീസിന് മുമ്പിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി രജീഷ്.